പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല അല്ലെങ്കിൽ മൂലക്കുരു എന്ന് പൊതുവായിട്ട് പറയുന്ന മൂലവ്യാധികൾ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള ഒരു മലബന്ധം മുതൽ വലിയ രൂപത്തിലുള്ള ക്യാൻസർ വരെയുള്ള കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ മൂലത്തിൽ നിന്ന് ബ്ലഡ് വരലും വേദന വരലും മലം പോവാൻ പ്രയാസം ഉണ്ടാവലും അതുപോലെ തന്നെ പുറത്തേക്ക് തടിപ്പ് വരലും ചെലവും ചോരയും വരലും ബാത്റൂമിൽ പോകുന്നത് പ്രയാസമാവലും ബാത്റൂമിൽ പോയിട്ട് കണ്ണീരോടെ മടങ്ങി വരുന്നതുമായിട്ടുള്ള ഒരുപാട് അവസ്ഥകളുണ്ട്. മൊത്തത്തിൽ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല ഈ രോഗങ്ങളെ മുഴുവൻ മൂലവ്യാധികളായിട്ട് പറയുമെങ്കിലും സാധാരണക്കാരായ ആളുകൾ ഇതിനൊക്കെ മൂലക്കുരു എന്നാണ് പറയുന്നത്. ഇന്ന് ഈ വീഡിയോ വളരെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് മൂലക്കുരു എന്ന് സാധാരണക്കാരൻ പറയുന്ന ഫിഷർ, ഫിസ്റ്റുല, പൈൽസ് ഈ മൂന്ന് സാധനങ്ങളും എന്താണ്, എങ്ങനെയാണ് വരുന്നത്, നിങ്ങൾക്കുള്ളത് ഇതാണോ, ഇനി ഇതില്ലാതെ ഇരിക്കാൻ എന്താ ചെയ്യേണ്ടത്, ഇത് വന്ന ഓപ്പറേഷൻ അല്ലാതെയും കുറേ പരിഹാരമുണ്ട്, ഓപ്പറേഷൻ ഒന്നുമില്ലാതെ ഇത് മാറ്റിയെടുക്കാൻ കഴിയും, ഇത് വളരെ കൂളായിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് ശ്രദ്ധിച്ചാൽ അതിനെപ്പറ്റി പിന്നെ നിങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരില്ല. അത്തരം കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ വെറുതെ അങ്ങാടി കൂടെ ബസ് സ്റ്റാൻഡിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓരോ തൂണിലും ബോർഡ് ഉണ്ടാവും, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല ഓപ്പറേഷൻ ഇല്ലാതെ പരിഹാരം എന്ന് പറഞ്ഞിട്ട്. പലപ്പോഴും അത് തട്ടിപ്പായിട്ടാണ് കാണാറുള്ളത്. ഒരർത്ഥത്തിലുള്ള വിവരമോ വിദ്യാഭ്യാസമോ ഇല്ലാത്ത ആളുകൾ വന്നിട്ട് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരെ ചൂഷണം ചെയ്ത് പലപ്പോഴും അത് പിന്നീട് വേറെ രോഗങ്ങൾക്ക് എത്താറുണ്ട്. ഞങ്ങൾ ഡോക്ടർമാർ ഈ വിഷയം ഡിസ്കസ് ചെയ്യുമ്പോൾ, ഞാൻ ഇങ്ങനെ ഒരു ഡിസ്കഷനിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചൂഷണങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ ബംഗാളികൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു സീനിയർ അധ്യാപകൻ പറഞ്ഞു, അതിൻ്റെ തെറ്റുകാർ ഡോക്ടർമാരെ നിങ്ങളാണ്. നിങ്ങൾ ജനങ്ങളോട് അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാതിരുന്നാൽ, ഈ രോഗത്തെപ്പറ്റി സാധാരണക്കാരന് മനസ്സിലാക്കി കൊടുക്കാത്തതിൻ്റെ പേരിലാണ് അവരവിടെ എത്തിയത്. അപ്പോൾ എനിക്ക് തോന്നി അത് ശരിയാണ്. ഞാനൊക്കെ സർക്കാർ ഗവൺമെൻറ് ഹോമിയോ മെഡിക്കൽ കോളേജിൽ പഠിച്ചതാണ്. ഞാൻ പഠിച്ചത് കൊണ്ട്, സർക്കാർ എന്നെ പഠിപ്പിച്ചത് കൊണ്ട്, ആളുകൾക്ക് ഉപകാരം ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് ഇതിനെപ്പറ്റി മനസ്സിലാക്കാവുന്ന സാധാരണക്കാരൻ്റെ ഭാഷയിൽ ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ ഇത്തരം ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഈ രോഗത്തിൻ്റെ പീഡയിൽ നിന്ന് ഒഴിവാവാനും ഈ രോഗം വന്നവർക്ക് അത് മാറാനും ഇതിൻ്റെ പാരമ്പര്യമുള്ളവർക്ക് വരാതിരിക്കാനും ഒരു ഓപ്പറേഷനും ഒരു മരുന്നും ഇല്ലാതെ ഇത് രക്ഷപ്പെടാനുള്ള വിദ്യകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇത് പറയുമ്പോൾ പലപ്പോഴും ചോദിക്കും, നീ ഹോമിയോ അല്ലേ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലേ, മറ്റേതല്ലേ എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക, ചികിത്സ എന്നുള്ളത് ഒരു രോഗത്തെ സംബന്ധിച്ച് അത് മരുന്ന് കുടിയിൽ മാത്രമുള്ളതല്ല. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം മുതൽ, നിങ്ങൾ ശ്വസിക്കുന്ന വായു മുതൽ, നിങ്ങൾ കൊള്ളുന്ന വെയിൽ വരെ ചികിത്സയിൽ പെട്ടതാണ്. മരുന്ന് കൊണ്ട് അത് ചിലപ്പോൾ ഇംഗ്ലീഷ് ഡോക്ടറും ഹോമിയോ ഡോക്ടറും ആയുർവേദ ഡോക്ടറും കുറഞ്ഞ മരുന്നിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ നിയന്ത്രണത്തിലും മാനേജ്മെൻറ്റിലും ഇതിൻ്റെ രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ സെയിമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ചികിത്സ ചെയ്യാനും ആശുപത്രിക്ക് വരാനുമല്ല. ഞാനൊക്കെ പഠിച്ചത് കൊണ്ട് എൻ്റെ നാട്ടുകാർക്ക്, സാധാരണക്കാർക്ക് വീട്ടിലിരുന്ന് ഒരാശുപത്രിയിലും വരാതെ ഒരു ഓപ്പറേഷനും ചെയ്യാതെ ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയുടെ മുന്നിൽ വരുന്നത്. സ്വാഭാവികമായിട്ടും നെഗറ്റീവ് കമൻറ്റ് ധാരാളം ഉണ്ടാവും എന്നറിഞ്ഞുകൊണ്ട് തന്നെ, വ്യക്തിപരമായിട്ടും അല്ലാതെയൊക്കെ കമൻറ്റ് വരും എന്നറിഞ്ഞുകൊണ്ട് തന്നെ, മുൻപ് വന്ന അനുഭവത്തിൽ തന്നെ പറയുന്നത്, നിങ്ങൾ എന്താച്ച കമൻ്റ് ഇട്ടോളൂ. ഞാൻ ഈ വീഡിയോ ഇത് പറഞ്ഞാൽ സാധാരണ ആയിട്ടുള്ള ആൾക്കാർ പലരും എന്താ അറിയോ, ഇപ്പോൾ മറ്റ് രോഗങ്ങൾ പോലെയല്ല ഈ പൈൽസ് അറിയണത്. നിങ്ങൾക്കൊരു മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ഇത് വേറെ മുടി കൊഴിച്ചിലുള്ള ഒരാളോട് ചോദിക്കും, എടാ എനിക്ക് പണ്ട് നല്ല മുടി കൊഴിഞ്ഞില്ലല്ലോ, ഇപ്പം എങ്ങനെ ശരിയായി എന്നുള്ളത്. അല്ലെങ്കിൽ മുഖക്കുരു ഉള്ളവനോട് ചോദിക്കും, എടാ എനിക്ക് എങ്ങനെ ഈ മൂലക്കുരു എവിടുന്നാ മാറി എന്നുള്ളത്. പക്ഷേ പൈൽസ് ഉള്ള ഒരാൾ എനിക്കിത് ഉണ്ടായി എന്ന് പറയൂല, ഇത് മാറി എന്ന് പറയൂല, ആരോടും ചോദിക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേരിൻ്റെ എൻ്റെ അടുത്തൊക്കെ എത്ര പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഡോക്ടറെ പ്രസവ വേദന ഞാൻ സഹിച്ചു, ഞാനൊക്കെ 4 എണ്ണം വീട്ടിൽ നിന്ന് പ്രസവിച്ചതാണ്, ഒരു മരുന്നും ഇല്ലാതെ പ്രസവിച്ചിട്ടുള്ളത്. പക്ഷെ അന്നൊന്നും ഇല്ലാത്ത വേദനയാണ് ഈ ഫിഷർ പറഞ്ഞ രോഗം വന്നപ്പോൾ. ഞങ്ങൾ മരണവേദന മുന്നേ കണ്ടിട്ടുണ്ട്, അമ്മാതിരി വേദനയാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വേദന വരുന്ന ആളുകൾ ഒരുപാട് കഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത്തരക്കാർക്കാണ് ഈ വീഡിയോ വരുന്നത്. ഇതിൽ സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറയുന്നത് കൊണ്ട് തന്നെ കുറേ നെഗറ്റീവും ട്രോളും ഉണ്ടാവും എന്നറിയാം. നിങ്ങൾ ട്രോളാണെങ്കിൽ അത് ചെയ്തോളൂ.
പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇതുകൊണ്ട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലൊരു പൈൽസ് രോഗി ഉണ്ടെങ്കിൽ ഇത് പാരമ്പര്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. എനിക്കുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് ഇത് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഒരു പ്രവാസിയാണ് കരുതുക. എൻ്റെ ജീവിതശൈലി കൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ പൈൽസ് ഉണ്ടാവുക, എൻ്റെ പാരമ്പര്യമാവില്ല. അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇത് വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ അവരും അതേ ജീവിതശൈലിയിലല്ലേ ജീവിക്കുന്നത്. അപ്പം നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും പൈൽസ് ഉണ്ടെങ്കിൽ അവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. എന്നാൽ അവർക്ക് വ്യായാമം ഇതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഓപ്പറേഷൻ ഇല്ലാതെ ഈ രോഗം മാറ്റാൻ പറ്റും. ഇനി നിങ്ങൾക്ക് പൈൽസ് ഉണ്ടെങ്കിൽ നിങ്ങളെ കുടുംബക്കാർക്ക് പൈൽസ് ഇല്ലെങ്കിലും ഇത് എത്തിച്ചു കൊടുക്കുക. കാരണം അവർക്ക് ഇത് വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇത് പരമാവധി എല്ലാവരിലും എത്തിക്കുക. ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, ഇങ്ങനെ 3 സാധനങ്ങളാണ് സാധാരണ നമ്മളുടെ നാട്ടിലുള്ള മൂലവ്യാധികൾ. ഇതിനൊക്കെ നമ്മുടെ നാട്ടിൽ ചേരനെയും പാമ്പിനെയും പെരുമ്പാമ്പിനെയും നീർക്കോലിനെയും ആളുകൾ എന്താ പറയുക? പാമ്പ് എന്നാ പറയുക. ഒറ്റയടിക്കൊരു സാധനം ഇങ്ങനെ ഇഴഞ്ഞു പോവുകയാണെങ്കിൽ അത് ചിലപ്പോൾ നീർക്കോലി ആയിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എന്താണ്? ഇതൊക്കെ മൂർഖനാണ്. ഇതേപോലെ തന്നെയാണ് ആളുകളെ സംബന്ധിച്ച് മൂലത്തിലുള്ള എല്ലാ പ്രശ്നത്തെയും അവർ കാണുന്നത് പൈൽസ് എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഈ പൈൽസ് എന്ന് പറയുന്നത് പല തരത്തിലുണ്ട്. പൈൽസ് പോലെയുള്ള രോഗങ്ങളുണ്ട്. ഇത് എന്താണെന്ന് ആദ്യം പറഞ്ഞുതരാം. മൊത്തത്തിൽ പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു, ഫിഷർ അല്ലെങ്കിൽ വിള്ളൽ അല്ലെങ്കിൽ കീറൽ, അതുപോലെ തന്നെ ഫിസ്റ്റുല, ഇങ്ങനെ 3 സാധനമാണ് ശരാശരിയായിട്ട് എല്ലാവരിലും കാണാറുള്ളത്. പിന്നെ ഇതിൻ്റെ വലിയ രൂപമുണ്ട്. മലദ്വാരത്തിൽ അല്ലെങ്കിൽ കുടലിൽ ക്യാൻസർ ആയിട്ട് പൈൽസ് പോലുള്ള ലക്ഷണങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ അവിടെയുള്ള രോമക്കുരുവിൽ ഇൻഫെക്ഷൻ വന്നിട്ട് പൈലോനിഡൽ സൈനസ് പറഞ്ഞിട്ട് വേറൊരു വിഭാഗമുണ്ട്. അതുപോലെ തന്നെ മലദ്വാരം പുറത്തേക്ക് വരുന്ന കണ്ടീഷൻസ്, അങ്ങനെയുള്ള കേസസ് വേറെയുണ്ട്. ജനറലി ആളുകൾ പൈൽസ് എന്ന് പറയുന്ന പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല ഇത് 3ഉം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒന്നാമത് പറയുന്നതാണ് പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു. ഇത് നമ്മളുടെ രക്തക്കുഴൽ മലദ്വാരത്തിൽ നിന്ന് പുറത്തേക്ക് തടിച്ചു വരും. ഇതിനാണ് പൈൽസ് എന്ന് പറയാം. ഈ പൈൽസ് എന്നുള്ളത് തന്നെ 2 ഉണ്ട്. ഇൻറ്റേർണൽ പൈൽസും ഉണ്ട്, എക്സ്റ്റേണൽ പൈൽസും ഉണ്ട്. നമ്മളുടെ വയറിൻ്റെ കുടലിൻ്റെ അവസാന ഭാഗം അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയുടെ അവസാന ഭാഗത്ത് മലദ്വാരത്തിൻ്റെ ഉള്ളിലായിട്ട് ഞരമ്പുകൾ തടിച്ചു വരികയാണെങ്കിൽ അതിനെ ഇൻറ്റേർണൽ പൈൽസ് അല്ലെങ്കിൽ ഉള്ളിലുള്ള പൈൽസ്, പുറത്തേക്ക് കാണാത്ത തരത്തിലുള്ള പൈൽസ് എന്ന് പറയും. ഇത് പറഞ്ഞ പോലെ തന്നെയാണ്. വലിയ വേദനകൾ ഉണ്ടാവില്ല, പക്ഷേ ബ്ലീഡിങ്ങും സംഗതികളൊക്കെ ഉണ്ടാവും. ഇനി ഇതിൽ രണ്ടാമത്തതുണ്ട്, രക്തക്കുഴൽ ഞരമ്പ് തടിച്ചു വരുന്നത്, പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ചന്തി കഴുകുമ്പോൾ ആ ഭാഗത്ത് ചെറിയ രൂപത്തിൽ തടിപ്പുണ്ടാവും. എന്തോ സാധനം പുറത്തേക്ക് വന്നു എന്ന് പറയും. സാധാരണ രീതിക്ക് ആളുകൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു സംഗതി ഇതാണ്. ഇതിന് വേദന കാണാറുണ്ട്, കാണാത്തതുണ്ട്, ബ്ലീഡിങ് ഉണ്ടാവും, തടിപ്പുണ്ടാവും, മലബന്ധം ഉണ്ടാവും, എന്തോ സാധനം പുറത്തേക്ക് വരുന്ന പോലെ ഉണ്ടാവും. അതുപോലെ തന്നെ മലം പോയി കഴിഞ്ഞാലും അവിടെ എന്തോ ഒരു സാധനം തങ്ങി നിൽക്കുന്നത് അവസാന സ്റ്റേജുകളിലൊക്കെ കാണാറുണ്ട്. ഇത്തരത്തിൽ മലദ്വാരത്തിലെ ഞരമ്പുകൾ പുറത്തേക്ക് വരുന്ന സംഗതിയാണ് പൈൽസ് എന്ന് പറയുന്നത്. ഇത് വരാൻ നിങ്ങൾ തന്നെ ഊഹിച്ചാൽ മതി എങ്ങനെയാണ് ഇത് വരാനുള്ള കാരണം എന്നുള്ളത്. മലം പോരുമ്പോൾ നന്നായിട്ട് വലിഞ്ഞ് മുറുകി ടൈറ്റായിട്ട് പോരുമ്പോൾ അവിടെയുള്ള ഞരമ്പുകളും മലത്തിൻ്റെ ഒപ്പം പുറത്തേക്ക് വരും. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മലം ടൈറ്റ് ആവുന്നത് അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ വയറ് ഉറക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. ഇത് വരാൻ എന്തൊക്കെ കാരണമുണ്ട്? നമ്മളുടെ ജീവിതശൈലി തന്നെ പല കാരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരു ബുക്കൊക്കെ നോക്കുകയാണെങ്കിൽ കുറേ കാരണങ്ങൾ കിട്ടും. പക്ഷെ നമ്മളെ നാട്ടിലെ മൊത്തം യുവാക്കൾക്ക് 25, 30, 35 വയസ്സായിട്ടുള്ള ചെങ്ങായിമാർക്കൊക്കെ ഇത് വരാനുള്ള കാരണം നമ്മളെ ജീവിതശൈലിയാണ്. അപ്പോൾ ബുക്കിൽ നോക്കിയിട്ട് ഗൂഗിളിൽ നോക്കുകയാണെങ്കിൽ കിട്ടുന്നതല്ല. പ്രായോഗികമായിട്ട് എൻ്റെ നാടായിട്ടുള്ള പട്ടിക്കാടും മലപ്പുറത്തും കേരളത്തിലൊക്കെ കാണുന്ന ഈ സംഗതി എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ചെയ്യുന്ന ജീവിതശൈലിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെന്താ ചെയ്യുക? സമയത്ത് ഭക്ഷണം കഴിക്കൂല, കണ്ണി കണ്ടതൊക്കെ തിന്നും, വെള്ളം കൂടി ഉണ്ടാവില്ല, എക്സസൈസ് ഉണ്ടാവില്ല, രാവിലെ കമ്പ്യൂട്ടറുമേയോ ഫോണുമേയോ ഇരുന്ന കുറേ നേരം ഉണ്ടാവും. എന്നിട്ട് വ്യായാമം വിനോദം എന്ന് പറഞ്ഞാൽ പുറത്തെങ്ങോട്ടെങ്കിലും പോയിട്ട് നടക്കുകയല്ല, കുറച്ച് നേരം AC പോയിട്ട് ഫാന് ഫോൺ കൊടുത്തിട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ദഹനം നടക്കില്ല, മലമുറക്കും. പിന്നെ തീറ്റ എങ്ങനെ? ഫാസ്റ്റ് ഫുഡായിരിക്കും, ജങ്ക് ഫുഡായിരിക്കും, സോഡ ആയിരിക്കും, കോളകളായിരിക്കും, ഇത്തരം സംഗതി ആയിരിക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മലമുറക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഞരമ്പുകൾ പുറത്തേക്ക് തടിച്ചു വരും. ഇങ്ങനെയാണ് ആദ്യത്തെ കേസായിട്ടുള്ള
പൈൽസ് എന്ന് പറയുന്ന സംഗതി ഉണ്ടാവുന്നത്. ഇതിന് പിന്നെ പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരാറുണ്ട്, മറ്റ് രോഗങ്ങളുടെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരാറുണ്ട്, ഗർഭിണികളിൽ വരാറുണ്ട്, അമിത വണ്ണം കാരണം ഉണ്ടാവാറുണ്ട്, ഉറക്കമില്ലാത്തത് കൊണ്ട് ദഹനം ശരിയാവാതെ വരാറുണ്ട്, ടെൻഷൻ അതുകൊണ്ട് വരാറുണ്ട്, കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ആളുകളിൽ വരാറുണ്ട്, പിന്നെ മറ്റു രോഗങ്ങൾ ക്യാൻസർ പോലുള്ളതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വയറിൽ ദഹന പ്രശ്നങ്ങളും ഇതൊക്കെ ആയിട്ടും ഇത് വരാറുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി പൈൽസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം, പൈൽസ് എന്ന് പറഞ്ഞ ആളുകൾ തെറ്റിദ്ധരിക്കുന്ന വേറൊരു രോഗമാണ് ഫിഷർ. ഞാൻ എൻ്റെ അനുഭവത്തിൽ എല്ലാവരും പൈൽസ് ആണെന്ന് പറഞ്ഞ് ഓടി വന്ന് ഡോക്ടറെ വേഗം ചികിത്സിക്കണം, കണ്ണിന്ന് വെള്ളം വരുന്നുണ്ട്, ഒന്ന് സഹായിക്കൂ എന്ന് പറഞ്ഞ് വന്ന ഒട്ടുമിക്ക കേസും പൈൽസ് ആവലില്ല, ഫിഷറാണ്. ഫിഷർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മളുടെ മലദ്വാരത്തിൽ ഉണ്ടാവുന്ന പൊട്ടൽ, വിള്ളൽ, കീറൽ എന്നൊക്കെയാണ് ഫിഷർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ഇതെന്താ സംഗതി എന്ന് പറഞ്ഞാൽ മലം പോകുന്ന ഭാഗത്ത് ചെറുതായിട്ടൊന്ന് പൊട്ടും. അപ്പോൾ ആ പൊട്ടൽ ഉണ്ടാകുമ്പോൾ അതിലൂടെ ബ്ലഡ് പുറത്തേക്ക് വരും. ആ ബ്ലഡ് പുറത്തേക്ക് വരുമെന്ന് മാത്രമല്ല, നല്ല തലച്ചോറ്റക്ക് കയറുന്ന തരത്തിലുള്ള വേദനയായിരിക്കും. ഇന്നലെ മലം പോയില്ല, 2-3 ദിവസമായിട്ട് മലം പോയില്ല, ഇന്നിപ്പോൾ മലമൊക്കെ പോയി ഡോക്ടറെ, അതിൻ്റെ ഒക്കെ ഒന്നാകെ ബ്ലഡ് വന്നു. ആ ബ്ലഡ് വന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെ നല്ല വേദനയാണ്. ബാത്റൂമിൽ പോയിട്ട് 4-5 മണിക്കൂർ കിടക്കയിൽ കമിഴ്ന്ന് അങ്ങ് കിടക്കുകയും അനങ്ങിയിട്ടില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് അതുപോലെ തന്നെ ഒരു ഓഫീസർ ഉണ്ടായിരുന്നു കേട്ടോ. അവരെന്നെ രാവിലെ വിളിച്ചു, എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വയറ്റിന്ന് പോകുന്നില്ല എന്ന് കരുതി പോയിരുന്നില്ല, പോയി നോക്കി മുക്കി കിട്ടിയില്ല, ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഓഫീസിലേക്ക് റെഡിയായി നിന്നു, എന്നിട്ട് ബാത്റൂമിലേക്ക് പോയപ്പോൾ കിട്ടിയില്ല, ഞാൻ പിന്നെ ഇനിയിപ്പോൾ ഓഫീസിലേക്ക് പോകുമല്ലേ എഴുതിയിട്ട് നന്നായിട്ട് മുക്കി അങ്ങ് പിടിച്ചു, അതിലൊന്നാകെ വയറ്റുന്ന അങ്ങ് പോയി. പിന്നെ ഞാൻ നോക്കുമ്പോൾ ആകെ ചോരയിൽ കുളിച്ചിട്ടുണ്ട്, നല്ല വേദനയായിരുന്നു. ഞാനിതൊക്കെ കഴുകി കുറച്ച് നേരം ഇരുന്ന് നോക്കി, എനിക്ക് കഴിഞ്ഞില്ല, ഞാൻ പൊന്നിച്ച പറഞ്ഞ വേദനയായി ഡോക്ടറെ അറിഞ്ഞു. എന്നിട്ട് അവരെന്ത് ചെയ്തു, അവർ എന്നോട് അപ്പോഴും പറഞ്ഞു, ഞാൻ ബെഡിൽ അങ്ങ് പോയിട്ട് ചന്തി പൊന്തിച്ചിട്ട് അങ്ങ് കിടന്നു, ആ 4 മണിക്കൂർ പല്ല് കടിച്ചിട്ട് നിൽക്കുന്നു, അങ്ങനത്തെ വേദനയായിരുന്നു, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ആ ഡ്രസ്സ് പോലും മാറ്റാതെ ആ രൂപത്തിൽ നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്താണ്, ഇങ്ങനത്തെ കേസ് സാധാരണ ഞങ്ങൾക്ക് വരാറുള്ളത് ഒറ്റടിക്ക് വരുന്നത്. മിക്കവാറും 4 ദിവസം മുമ്പ് വരെ ഒരു പൈൽസൊക്കെ എങ്ങനെ അറിയോ, മെല്ലെ 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 ഇങ്ങനെ വരും. ആദ്യം ഒരു ചെറിയ സാധനം വരും, കുറേ മലബന്ധം ഉണ്ടാകുമ്പോൾ അത് വരും, പിന്നെ എന്തോ സാധനം പുറത്തേക്ക് വന്നു, പിന്നെ അത് ഉള്ളിലേക്ക് പോയി, ഇങ്ങനെയൊക്കെയാണ് ആളുകൾ പറയാം. ഫിഷർ അങ്ങനെയല്ല, ഇന്നലെ വരെ ഒരു കുഴപ്പമുണ്ടായില്ല, വയറുറക്കലുണ്ടായിരുന്നു, അത് പിന്നെ എനിക്ക് സ്ഥിരമാണ് എന്ന് പറയും. അവരതായിട്ട് ശ്രദ്ധിക്കില്ല. അതുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഈ വീഡിയോ ശരിക്കും കാണണം കേട്ടോ, മലബന്ധമുള്ള ആളുകൾ. കാരണം എന്താ പറഞ്ഞാൽ പിന്നെ മലം പോരാത്തുമ്പോൾ ഇവരങ്ങ് ആഞ്ഞു മുക്കും. അങ്ങനെ മുക്കുമ്പോൾ മലദ്വാരത്തിൻ്റെ അവിടെയുള്ള പൊട്ടൽ വരും, അപ്പോൾ ഒന്നാകെ ബ്ലീഡിങ് ഉണ്ടാവും, അത് നല്ല വേദനയാണ്. എൻ്റെ പേഷ്യൻസ് പറഞ്ഞ പ്രകാരം എനിക്ക് ഏറ്റവും വേദനാജനകമായിട്ട് തോന്നിയിട്ടുള്ളത് ഫിഷറാണ്. ഈ ഫിഷർ വന്നാൽ എന്താ പറയുക അറിയോ, പൈൽസ് എന്നല്ല ഡോക്ടറെ, ഇത് വല്ല ക്യാൻസറുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, നിങ്ങളതൊന്ന് നേരെ നോക്കിയെന്ന് പറഞ്ഞിട്ട് വരും. കാരണം അതെന്താണ്, അത്രയും നമ്മൾ ക്യാൻസർ ആണോ എന്ന് കരുതുന്ന വേദന നല്ല ഞരമ്പുകളിൽ അങ്ങ് വന്നിട്ട് ആ വേദന വന്ന് ആകെ ഉണ്ടാവും. ഇതാണ് ഫിഷർ എന്ന് പറയുന്ന രോഗം. ഈ ഫിഷർ എന്ന് പറഞ്ഞ രോഗത്തിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്, ഇത് മലബന്ധം ഉണ്ടായാലാണ് സാധാരണ വരിക. പിന്നെ മൂലത്തിലൂടെ സെക്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ കുത്തിക്കയറ്റുക, ഇങ്ങനത്തെയൊക്കെ സമയത്തൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. സാധാരണ രീതിക്ക് മലം ടൈറ്റ് ആവുക, മലം ടൈറ്റ് ആകുമ്പോൾ മലം പോരുമ്പോൾ അവിടെ ഉറച്ച കാരണം, സാധാരണത്തിലേറെ മലം ടൈറ്റായ കാരണം അവിടെ പൊട്ടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ തന്നെ ജീവിതശൈലി, ജങ്ക് ഫുഡ്, ഭക്ഷണത്തിലെ പ്രശ്നങ്ങൾ, പിന്നെ പ്രഗ്നൻസിയിൽ കാണാറുണ്ട്, ഡെലിവറി കഴിഞ്ഞ ഉടനെ സ്ത്രീകൾ പരാതിപ്പെടുന്ന വലിയൊരു കാര്യമാണ്, പ്രസവവേദന എത്ര പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അവർ വരാറുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകളും ഏറ്റവും കൂടുതൽ ബോധർ ചെയ്യുന്നൊരു സാധനം ഈ ഫിഷറാണ്. ഇതും ഉള്ളവർ ശ്രദ്ധിക്കുക, ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക. കാരണം ഇത് ഏത് നേരവും ആർക്കും വരാം. പൈൽസൊക്കെ എങ്ങനെ അറിയോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെല്ലെ മെല്ലെ വരിക ചെയ്യാം. ഇതങ്ങനെയല്ല, നമ്മൾ ഇന്നലെ വരെ ആരോഗ്യവാനായിരിക്കും, വയറ്റും തോണില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവുള്ളൂ, ഒന്ന് ഒറ്റയടിക്ക് വരാം, വന്നു കഴിഞ്ഞാൽ നല്ല വേദനയായിരിക്കും. അതുകൊണ്ട് ഇത് നന്നായിട്ട് ശ്രദ്ധിക്കുക, ഈ രോഗമാണ് ഫിഷർ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു സംഗതി ഉണ്ട്, ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഫിസ്റ്റുല എന്ന് പറയുന്നത് സാധാരണ രീതിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ, മലദ്വാരത്തിൽ നമുക്ക് പടച്ചോൻ മലം പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു ഓട്ട ഉണ്ടാക്കിയിട്ടുണ്ട്, മൂലം എന്ന് പറയുന്ന ഓട്ട, അതിലൂടെയാണ് മലം പോരുക. എന്നാൽ അവിടെ നനവ് കൊടുക്കുന്ന ഗ്രന്ഥികളിലും മറ്റും ഇൻഫെക്ഷനും അണുബാധയൊക്കെ വന്നിട്ട് അവിടുന്ന് ചെറിയ ഓട്ട വന്ന് സൈഡിലൂടെ മലദ്വാരത്തിലൂടെ മലം പുറത്തേക്ക് വരുന്ന വഴിയിലൂടെയല്ലാതെ വേറൊരു വഴിയിലൂടെ മലം പുറത്തു പോകും. അല്ലെങ്കിൽ നമ്മളുടെ ചന്തിച്ചാലിൻ്റെ ഇടയിലും ഒരു ചെറിയ ഓട്ട ഉണ്ടാവും, ഈ പറഞ്ഞിട്ടുള്ള ഉള്ളിൽ നിന്നും ഓട്ട വന്ന് ഇത് തമ്മിൽ കണക്റ്റ് ആവും.
ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ കനാല് അല്ലെങ്കിൽ രണ്ട് വഴികൾ കൂട്ടിമുട്ടുക എന്നൊക്കെയാണ് അതിൻ്റെ ഭാഷാർത്ഥം. അപ്പോൾ അതേപോലെ മലദ്വാരത്തിൽ നിന്ന് മലം പുറത്തുനിന്ന് പോകുന്ന വഴിയിലൂടെയല്ലാതെ മറ്റ് വഴികളിലൂടെ ചെറിയ കനാല് രൂപപ്പെട്ട് അതിലൂടെ ജലം, ചോര, എയർ, മലം ഇത്തരം സാധനങ്ങളൊക്കെ പഴുപ്പ് അതാ കൂടുതൽ കാണുക. ആളുകൾക്ക് ആദ്യം എന്താ ഉണ്ടാവുക പറഞ്ഞാൽ ചെറിയ രൂപത്തിൽ ചന്തിച്ചാലിൽ ചെറിയൊരു രോമക്കുരു പോലെ ഒരു സാധനം വരും. അതിങ്ങനെ വലുതാവും, നല്ല വേദനയ്ക്കാരം. അപ്പോഴാണ് പലപ്പോഴും പ്രവാസി സുഹൃത്തുക്കളാണ് ഇത് ഏറ്റവും കൂടുതൽ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്, ഡോക്ടറെ ഞാൻ ഗൾഫിൽ നിന്ന് പോരണോ, അതെന്താ പറ്റുമോ വെച്ചിട്ട് ആകെ കരയും. അത് ഈ സാധനം കൊണ്ടാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. എന്നിട്ട് പിന്നെ 4 ദിവസം കഴിഞ്ഞാൽ അതങ്ങ് പൊട്ടും. അപ്പോൾ അവർ സമാധാനം, ഇത് സർജറി ഒന്നും ഇല്ലാതെ കഴിഞ്ഞു എന്ന് കരുതും. പക്ഷെ ഒരു 10 ദിവസം കഴിഞ്ഞാൽ പിന്നെയും പുതിയത് വരും. അപ്പോഴാണ് വീണ്ടും കണ്ണീര് വരിക, ഡോക്ടറെ ഇത് ഞാൻ പോയി എന്ന് കരുതിയതാണല്ലോ, ഇനി എന്താ ചെയ്യുക, ഞാൻ നാട്ടിലേക്ക് വരല് ടിക്കറ്റൊക്കെ എടുത്ത് അത് ഒഴിവാക്കി, ഇത് പോയി ഒരു മുസീബത്ത് ഒഴിവായി എന്ന് കരുതിയതാണ്. അപ്പോഴാണ് പുതിയത് വരിക എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, വീണ്ടും നമ്മളോട് പറയാറുണ്ട്. ഞാൻ ഇതൊക്കെ പറയുന്നത് രോഗിയുടെ ഭാഷ. നിങ്ങൾ പലപ്പോഴും ഈ പ്രയാസത്തിലൂടെ പോയിട്ടുണ്ടാവും കേട്ടോ. ഇത് ഒറ്റപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളാണെങ്കിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണെങ്കിൽ ഇവർക്കൊക്കെ എന്താ പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇവർക്കൊരു കൺസൾട്ടേഷൻ കിട്ടാനോ ഒരു ഡോക്ടറോട് ചോദിക്കാനോ ഒന്നും പറ്റൂല. അല്ലെങ്കിൽ ഇത് ഒരാളോട് കൂടെ ഉള്ള ഒരാളോട് പറയാനും പറ്റൂല. അപ്പോൾ ഒരു കാല് ഉളുക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, കൂട്ടുകാരോട് പറയാടാ ഞാൻ പന്ത് കളിച്ചെൻ്റെ കാലുളുക്കി, ഇതൊന്നും ഒഴിഞ്ഞാട്ടെന്ന് പറയാം. ഇത് പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഇവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഈ രോഗത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ, ഇപ്പോൾ നിങ്ങൾ പോകുന്ന വഴിയിൽ ഒരു വയറിളക്കം പിടിച്ചു, അതല്ലെങ്കിൽ ഒരു ഛർദി പിടിച്ചു. അപ്പോൾ നിങ്ങൾ ബോസിനോട് പറയാം, ബോസേ ഞാനിതാണ് ലീവാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ളവൻ പറയുന്നത് എനിക്ക് ഛർദിയല്ലേ നീ മാറിന്നോ. ഇത് കാഴ്ചയിലൊരു കുഴപ്പമുണ്ടാവില്ല. നല്ല മുത്തം യുവാവായിരിക്കും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇവനനുഭവിക്കുന്ന വേദന ഇവനെ അറിയുള്ളൂ. ഇതൊരാളോടൊട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല, അല്ലെങ്കിൽ കണ്ടറിഞ്ഞ ഒരാൾ ഒരു ഹെൽപ്പ് ചെയ്യൂല. അപ്പോൾ ആ ഒരു പ്രശ്നം കൂടെ ഈ രോഗത്തിനുണ്ട്. അപ്പോൾ ഫിസ്റ്റുല എന്ന് പറയുന്ന മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് മലദ്വാരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വഴിയിലൂടെയല്ലാതെ മലം പുറത്തേക്ക് വരിക, അവിടെ തടിപ്പുണ്ടാവുക, അവിടെ ഇങ്ങനെ പൊന്തി നിൽക്കുക, അതൊരു കുരുവായിട്ട് വരിക, ആ ഭാഗത്ത് പഴുപ്പ് വരിക, ചലം വരിക, പൊട്ടുക, പിന്നെ ആ മുറിവ് വീണ്ടും അതേപോലെ തന്നെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത് മൂന്നുമാണ് പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്ന് പറയുന്നത്. പിന്നെ ഇതുപോലെ തന്നെ മലം വരുന്ന ക്യാൻസർ പോലുള്ള ഉണ്ട്. അതുപോലെ തന്നെ ചന്തിയുടെ മൂലത്തിൻ്റെ മേൽഭാഗത്ത് രോമത്തിൽ രോമക്കുരു അതുപോലെയൊക്കെ വളർന്ന് വലുതായി പൈലോനിഡൽ സൈനസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ സംഗതികളുണ്ട്. ഇതെല്ലാം വരുന്നത് പൊതുവേ ജനങ്ങൾ മലബന്ധം എന്ന് പറയുന്നത് മുഴുവൻ ജീവിതശൈലി കൊണ്ടാണ് ഭൂരിഭാഗവും വരുന്നത്. അതുപോലെ തന്നെ മറ്റു രോഗങ്ങൾ കൊണ്ട്, മലബന്ധം കൊണ്ട്, നമ്മളുടെ ലൈഫ് സ്റ്റൈല്, അതുപോലെ തന്നെ മലബന്ധം, ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പാരമ്പര്യവും വയസ്സും അമിതവണ്ണവും ഇതിൽ സപ്പോർട്ടീവായിട്ടുള്ള മറ്റ് കാരണങ്ങളാണ്. ഇനി ഈ കാരണങ്ങളെ നിയന്ത്രിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രോഗത്തെ നിയന്ത്രിക്കാൻ പറ്റും. അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് വീണ്ടും വീണ്ടും പറയുന്നത്. അതില്ലാതെയാക്കിയാൽ ഈ രോഗം നമുക്ക് ഇല്ലാതെയാക്കാൻ പറ്റും. ചെറിയൊരു മലബന്ധം ഉണ്ടാകുമ്പോഴേക്ക് ആശുപത്രിയിലേക്ക് ഓടി വരുന്ന ആളുകളുണ്ട്. ഞങ്ങൾക്ക് ഉപ്പാക്ക് ഇങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്, ഡോക്ടറെ ഇതൊക്കെ പൈൽസാവുമോ എന്ന് ചോദിച്ചിട്ട്. എന്നാലോ ഈ ലക്ഷണങ്ങളൊക്കെ കണ്ട് ഇത് അവസാനം വരെ എത്തിയിട്ടും ആശുപത്രിക്ക് വരാതെ ഇത് പിടിച്ച് പേടിച്ച് ആരോടും പറയാതെ വെക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ ഏതിനാണ് ആശുപത്രിക്ക് വരേണ്ടത്, ഏതൊക്കെയാണ് വീട്ടിലിരുന്ന് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള അറിവ് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. പലപ്പോഴും എന്താ പറഞ്ഞാൽ പലരും ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കും, വന്നിട്ടോ ഓപ്പറേഷൻ ചെയ്തിട്ടോ ഇല്ലെങ്കിൽ പണി കിട്ടിട്ടോ എന്ന് പറഞ്ഞിട്ട്. അത്തരം ആവാതെ ഇതൊക്കെ ഇങ്ങനെയാണ് ഇതാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒന്നും ചെയ്യണ്ട, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതിലേക്കൊന്നും പോവാതെ മാറ്റിത്തരാം എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്നിവയുടെ ലക്ഷണങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തരാം. ഒന്നാമത്തത് മലബന്ധം, മലം പോവാൻ പ്രയാസം ഉണ്ടാവും. രണ്ടാമത്തത് ഇത് പോകുമ്പോൾ എന്തോ ഒരു സാധനം പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ. മൂന്നാമത്തത് അവിടെ എന്തോ ഒരു തടിപ്പ് പോലുള്ളൊരു ഫീല്. നാലാമത്തത് മലം പോയി കഴിഞ്ഞാലും ഒരു തൃപ്തി കിട്ടൂല, എന്തോ ഒരു സുഖം കിട്ടിയില്ല, ഇനിയും പോകണം എന്ന് തോന്നുക, പിന്നെയും ബാത്റൂമിൽ ഇരുന്നാൽ ഒന്നും പോരാനുണ്ടാവില്ല. പിന്നെ നിങ്ങൾക്കറിയുന്ന പോലെ ബ്ലീഡിങ്. ആ ബ്ലീഡിങ് നോക്കിയാൽ ഇത് ഇൻറ്റേർണൽ ആണോ ഹെമറോയിഡ് എക്സ്റ്റേണൽ ആണോ എന്നൊക്കെ ഏതാണ്ട് ഒരു പിക്ചർ കിട്ടും. പക്ഷേ ബ്ലീഡിങ് എന്നുള്ളത് അത് ഫിഷർ ആണെങ്കിലും പൈൽസ് ആണെങ്കിലും സാധാരണ കാണാറുണ്ട്. പിന്നെ വേദന,
ചിലർക്ക് മലം പോകുന്നതിൻ്റെ മുമ്പ് ഉണ്ടാവും, ചിലർക്ക് പോയിരുന്ന വരെ പ്രശ്നമല്ല, മലം ഉറക്കലായിരിക്കും, പോയി അങ്ങ് കഴിഞ്ഞാൽ വേദന ആയിരിക്കും. നേരത്തെ പറഞ്ഞ ഫിഷർ എന്ന് പറഞ്ഞ കേസിലാണ് അതുണ്ടാവുക. അതുപോലെ തന്നെ ചൊറിച്ചിലുണ്ടാവും, ആ ഭാഗത്ത് ചെറിയ തടിപ്പുകൾ ഉണ്ടാവും, പിന്നെ മലത്തിൽ ചെറിയ കൊഴുത്ത പോലെ ഒരു സാധനം പുറത്തേക്ക് വരും, അതുപോലെ തന്നെ അവിടുന്ന് എന്തോ തൂങ്ങി നിൽക്കുന്ന പോലുള്ള ഒരു ഫീൽ ഉണ്ടാവും. ഇനി ഈ ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന അസഹ്യ ചൊറിച്ചിൽ, അവൻ അവിടുന്ന് ഇങ്ങനെ കൈയെടുക്കൂല, ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു കത്തിയൊക്കെ വെച്ച് മാന്തണം ഡോക്ടറെ എന്ന് പറയുന്ന പോലത്തിലുള്ള ഒരു ഫീൽ അവർക്ക് ഉണ്ടാവും. ഇത് അനുഭവിച്ച വരുന്ന രോഗികളിലായിരിക്കും ഇത് പലപ്പോഴും അവരുടെ ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. ഡോക്ടറെ ഒരു കത്തിയോ സ്പൂണോ വെച്ച് മാന്താൻ തോന്നിയെന്ന് പറയാറുണ്ട്. ഇത് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതെങ്ങനെ അറിയോ, ഇവർ അവരെ കയ്യ് ജസ്റ്റ് മണത്ത് നോക്കിയാൽ, ഇവർ നമ്മൾ വലിയ ആളുകളെ പോലെ കൈ കഴുകൂല, ഇവരിത് വരുമ്പോൾ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ആ കൈ അവരുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഒരു മണം ഫീൽ ചെയ്യും. അപ്പം ഇങ്ങനെ ചോദിച്ചെടുത്താൽ ഇവർ ചന്തയിൽ കൈയിടുന്നുണ്ടാവും, ഇങ്ങനെ പാരമ്പര്യം ഉണ്ടാവും. കുട്ടി ഇതാരോടും പറഞ്ഞിട്ടുണ്ടാവില്ല, കുട്ടിക്ക് ഇതറിയില്ല, കുട്ടി എപ്പോഴും അവിടെ ഇങ്ങനെ കൈയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതാണ് പൈൽസിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണം. നമ്മൾ ഫിഷറും ഫിസ്റ്റുലയും കൂടെ ഡിസ്കസ് ചെയ്യുന്നത് കാരണത്താൽ അതിൻ്റെ കാര്യങ്ങൾ കൂടെ പറഞ്ഞുതരാം. ഫിസ്റ്റുലയാണെങ്കിൽ നമ്മളുടെ ചന്തിച്ചാലിൽ ചെറിയ രീതിയിലുള്ള മുഴ അല്ലെങ്കിൽ തടിപ്പ് അല്ലെങ്കിൽ മുറിവ് അല്ലെങ്കിൽ കുരു വന്നിട്ടുണ്ടാവും. ആ കുരുവിൽ പിന്നീട് എന്ത് ചെയ്യും, കണ്ണ് വെക്കും, വീർക്കും, പൊട്ടും, അതിൽ നിന്ന് പഴുപ്പ്, കൊഴുപ്പ്, നീര്, ചലം, മലം, ഇത്തരം സാധനങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ ഇതിങ്ങ് ഉണങ്ങും ചെയ്യും, പിന്നെയും വരാൻ സാധ്യതയുണ്ട്. ഫിഷറിന് പിന്നെ സ്വാഭാവികമായിട്ടും പെയിനാണ് കൂടുതൽ കാണൽ. ഒരു സ്കിന്നിൻ്റെ കുറഞ്ഞൊരു ഭാഗം പൊട്ടിയിട്ട് അവിടേക്ക് പുറത്ത് വരും. സ്കിൻ ടാഗ് എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയാണ് ഈ സ്കിൻ ടാഗ്, അതായത് തൊലിൻ്റെ ഒരു ചെറിയ ഭാഗം മൂലം പൊട്ടിയിട്ട് വരുന്നത്. ഇത് കാണുമ്പോഴും ആളുകളെ ഡോക്ടറെ അത് കുരുവാണ് എന്ന് പറയും. അത് കുരുവല്ല, അതിന് വേദനയൊന്നും ഉണ്ടാവില്ല, പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുമായിരിക്കും. പക്ഷേ ഫിഷർ കാരണമാണ് അത് വരുന്നത്. ഇത്തരം സംഗതികൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കാനും നിങ്ങളുടെ അറിവിലേക്ക് കൊണ്ടുവരുവാനുമാണ് സാധാരണക്കാരുടെ ഭാഷയിൽ ഈ ലക്ഷണങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഞാൻ ഈ വീഡിയോൻ്റെ ഏറ്റവും ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വീഡിയോ പൈൽസ് ഉള്ളവർ കാണണം. അതേപോലെ തന്നെ പൈൽസ് ഉള്ളവർ അവരുടെ വീട്ടുകാർക്ക് മുഴുവൻ കാണിച്ചു കൊടുക്കണം. കാരണം നിങ്ങൾക്ക് ഏതായാലും വന്നു, ഇത് പാരമ്പര്യമായിട്ട് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങളുടെ കുടുംബക്കാരെ ഇത് കേൾപ്പിച്ച് അവർക്കത് വരുത്താതിരിക്കാനുള്ള പണി ചെയ്യണം. രണ്ടാമത്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് എത്തിച്ചു കൊടുക്കണം. കാരണം നിങ്ങളുടെ ജോലി എന്താണോ അത് ചിലപ്പോൾ ആ ജോലി കാരണം അവർക്കിത് വരും. അപ്പോൾ അതുകൊണ്ട് ആർക്കൊക്കെയാണ് ഇത് വരാൻ സാധ്യത ഉള്ളത് എന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തേത്, പാരമ്പര്യമായിട്ട് വീട്ടിൽ ഈ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. രണ്ടാമത്, വയസ്സായ ആളുകളിൽ ഒരു 45 വയസ്സ് കഴിഞ്ഞാൽ ഇത് വരാനുള്ള സാധ്യത ഉണ്ട്. മൂന്നാമത്, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകളിൽ ഇത് വരാൻ സാധ്യത ഉണ്ട്. അത് തന്നെ ഇടയ്ക്കിടയ്ക്ക് അബോർഷനും പ്രഗ്നൻസിയും ഉണ്ടാവുന്ന ആളുകളിലും ഇത് വരാനുള്ള സാധ്യത ഉണ്ട്. പ്രായം തെറ്റിയിട്ടുള്ള പ്രഗ്നൻസി വരികയും അതുപോലെ തന്നെ കൂടുതൽ മുക്കിയിട്ടും സ്ട്രെയിൻ ചെയ്തിട്ടുള്ള ഗർഭമുണ്ടാവുകയും ചെയ്യുന്ന ഡെലിവറി കൂടുതൽ മുക്കിയിട്ടും കൂടുതൽ ഫോഴ്സ്ഫുൾ ആയിട്ട് വരുന്ന ആളുകളിൽ സാധ്യത ഉണ്ട്. പിന്നെ കൂടുതൽ ഭാരമെടുക്കുന്ന ആളുകളിൽ ഇത് വരാൻ സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ കൂടുതൽ നല്ല പ്രഷർ വരുന്ന തരത്തിൽ തുമ്മൽ പോലെയുള്ള സംഗതികൾ ഉള്ള ആളുകളിൽ ഇത് വരാൻ സാധ്യത ഉണ്ട്. അമിത ഭാരമുള്ള ആളുകളിൽ ഉണ്ടാവാറുണ്ട്. അമിതമായി ഭാരമെടുക്കുന്ന ആളുകളിൽ ഈ രോഗം വരാനുള്ള സാധ്യത ഉണ്ട്. ഉറക്കക്കുറവുള്ള ആളുകളിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ലോ ഫൈബർ ഭക്ഷണങ്ങൾ, നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ്, ബർഗർ, അതുപോലെ തന്നെ വലിയ ഫൈബർ ഇല്ല എന്നാൽ ദഹനം പ്രയാസകരമാക്കുന്ന തരത്തിൽ നോൺ വെജ് അമിതമായിട്ട് കഴിക്കുന്ന ആളുകളിൽ ഉണ്ടാവും. അമിത വണ്ണമുള്ളവരിൽ. ഇതൊക്കെ ജനറലി പറയുമെങ്കിലും ഞാൻ എൻ്റെ കൺസൾട്ടേഷനിൽ കൂടുതൽ കണ്ടിട്ടുള്ള, ഇതൊരു തരത്തിലും വരാത്ത ഒരു സാധ്യതയില്ല, പാരമ്പര്യം ഇതൊന്നുമില്ല, വഴിയിലൂടെ പോകുന്നതിനെ വിളിച്ചു വരുത്തിയ ആളുകളില്ല. അതായത് ജീവിതശൈലി ശ്രദ്ധിക്കാത്തവർ, വെള്ളം കുടി കുറഞ്ഞവർ, സമയത്ത് ഭക്ഷണം കഴിക്കാത്തവർ, നന്നായിട്ട് ഉറങ്ങാത്തവർ, നേരത്തെ കിടന്നുറങ്ങാത്തവർ, നേരത്തെ എഴുന്നേൽക്കാത്തവർ, വ്യായാമം ചെയ്യാത്തവർ, അസമയത്ത് ഭക്ഷണം വാരി വലിച്ച് കഴിക്കുന്നവർ, ഫാസ്റ്റ് ഫുഡ്, ഹോട്ടൽ ഫുഡ്, ജങ്ക് ഫുഡ് ഇതൊക്കെ കഴിക്കുന്നവർ, ടോയ്ലറ്റ് ശീലം ശ്രദ്ധയില്ലാതെ ഇനിയിപ്പോൾ നാളെ ആക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഓഫീസല്ലേ എങ്ങനെ വയറ്റുന്ന് പോവുക, എങ്ങനെ ഇപ്പോൾ പോവാന്ന് കരുതി മുട്ടിപ്പിടിച്ച് നിൽക്കുന്നവർ, അതല്ലെങ്കിൽ ആവശ്യമില്ലാതെ കുറേ നേരം പിടിച്ച് അമർത്തി സ്ട്രെയിൻ ചെയ്ത് വയറ്റുന്ന് കളയുന്നവർ, അതല്ലാതെ മലബന്ധം സ്ഥിരമായിട്ടുണ്ടാവുന്ന ആളുകൾ. ചില ആളുകൾക്ക് തിരിച്ചൊരു സ്വഭാവമുണ്ട്, ഫോണും പിടിച്ചിട്ട് ബാത്റൂമിലേക്ക് പോകും. ഇവർക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ വേറെ ഒന്നും വേണ്ട, ബാത്റൂമിൽ ലൈറ്റ് ഇല്ലെങ്കിലും പ്രശ്നമില്ല, വെള്ളം ഇല്ലെങ്കിലും പ്രശ്നമില്ല, മൊബൈൽ ഫോൺ വേണ്ടി വരും. ഇങ്ങനെ ഫോണും പിടിച്ച് മണിക്കൂറുകളോളം ബാത്റൂമിൽ ഇരിക്കുന്നവർ.
ഇത്തരം ആളുകളിലെല്ലാമാണ് പൈൽസ് വരാൻ സാധ്യത ഉള്ളത്. അതുകൊണ്ട് അത്തരക്കാർ അവരുടെ ഈ രീതികളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഇത് ഒരു വട്ടം വന്നവനെ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഒരു മനുഷ്യനോടൊട്ട് പറയാനും പറ്റൂല, ആകെ പ്രയാസമായിരിക്കും. വരാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനു വേണ്ടിയിട്ട് ഇത്തരം ആളുകൾ നാളെ മുതൽ ആ ജീവിതശൈലി മാറ്റുക. ഇതിനി വേറൊരു പരിപാടിയും കൂടെ ഉണ്ട്, അത് കാണിച്ചു തരാം. വേറൊന്നുമല്ല, ഇതേപോലെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക, കുറച്ച് നേരം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. കുറേ നേരം, ഇപ്പം ഞാൻ കുറേ നേരമായില്ല നിങ്ങളോട് സംസാരിക്കണോ, ആ സംസാരത്തിൻ്റെ ഇടയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വീണ്ടും ഇരിക്കുക. ഞാൻ എന്തിനാ അത് പറയുന്ന അറിയോ? ഞാൻ അടക്കം വരുന്നതാണ്, എനിക്കടക്കം വരാൻ സാധ്യത ഉള്ളതാണ്. അതുപോലെ ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഒന്ന് എഴുന്നേറ്റ് കുറച്ച് നേരം ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യുക. അത്തരത്തിൽ കുറേ നേരം ഇരിക്കുന്ന ആളുകളിലാണ് ഇത് ഏറ്റവും വില്ലനായിട്ട് വരുന്നത്. പൈൽസും ഫിഷറും ഫിസ്റ്റുലയും ഉള്ളവന് ഇത് ആദ്യം വരേണ്ട ആവശ്യമില്ല. ഇത് വീട്ടിലിരുന്ന് മാറ്റാനുള്ള ഒരു സിമ്പിൾ ടിപ്പ് പറഞ്ഞുതരാം. മറ്റൊന്നുമല്ല, നിങ്ങളുടെ വീട്ടിലുള്ള വട്ടപ്പാത്രം അല്ലെങ്കിൽ തൊട്ടിപ്പാത്രം എന്ന് പറഞ്ഞിട്ടുള്ള പാത്രം എടുക്കുക. നമ്മൾക്ക് ബക്കറ്റിൻ്റെ അത്ര ഉയരല്ലാതെ അതിലേറെ വട്ടമുള്ള പാത്രം, കുട്ടികളുടെ തൊട്ടിയുടെ അടിയിലൊക്കെ വെക്കുന്ന പാത്രം, ചെറിയ ടബ് അല്ലെങ്കിൽ ചെമ്പട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം. ഇതിൻ്റെ 1/4 ഭാഗം വെള്ളം എടുക്കുക. ഇതിൽ നന്നായിട്ട് 4-5 സ്പൂണ് കല്ലുപ്പിടുക. ഇളം ചൂടുവെള്ളമാണ് എടുക്കേണ്ടത്. എന്നിട്ട് നിങ്ങളുടെ മൂലഭാഗം അതിലേക്ക് പൊള്ളാത്ത രൂപത്തിൽ എന്നാൽ ചൂടുള്ള ആ ഒരവസ്ഥയിൽ മൂലഭാഗം അതിലേക്ക് വെക്കുക. അങ്ങനെ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് അണുബാധ കുറയും. ആ ഭാഗത്തേക്ക് രക്തോട്ടം കൂടാനും മുറിവുകൾ ഉണങ്ങാനും സഹായിക്കും. മലബന്ധം കുറയാൻ സഹായിക്കും. അങ്ങനെ ബ്ലീഡിങ് കുറയാൻ സഹായിക്കും. സ്വാഭാവികമായിട്ടും മുറിവ് ഉണങ്ങിയിട്ട് വേദന കുറയാൻ സഹായകരാവും. മലം കെട്ടിക്കിടക്കുന്നത് അത് പോന്നിട്ട് സുഖമായിട്ടുള്ള ശോധന കിട്ടാനും അവിടെയുള്ള ഹെവിനെസ്സും ഇൻഫെക്ഷനൊക്കെ കുറയാനും സഹായിക്കും. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക, ദിവസവും ഇതാർക്കൊക്കെ ചെയ്യാറിയോ? വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന, ഞാൻ എപ്പോഴും പ്രവാസി സഹോദരന്മാരെ കാര്യം എപ്പോഴും പറയട്ടോ, ഈ പ്രയാസം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് പ്രവാസി സഹോദരന്മാരാണ്. കാരണം അവർക്ക് ഒരു വീട്ടിൽ 5, 6, 7 ബാത്റൂമുള്ള വീടുണ്ടാവും. പക്ഷേ അവിടെ 6, 7, 10 പേർക്ക് ഒറ്റ ബാത്റൂം, ഒറ്റ ടോയ്ലറ്റ് ഉണ്ടാവുക. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർ ജീവിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രയാസങ്ങൾ പലപ്പോഴും കൂടുതൽ അനുഭവിക്കുന്നത് അവരായിരിക്കും. ഒന്ന് ആശുപത്രിയിൽ പോകാനോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ ആരും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ആശുപത്രിക്കൊന്നും വരാതെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു സംഗതിയാണ് ഈ പറഞ്ഞിട്ടുള്ള ടബിൽ 1/4 ഭാഗം ഇളം ചൂടുവെള്ളം എടുക്കുക. അതിലേക്ക് 4-3 കുറച്ച് കല്ലുപ്പിടുക. എന്നിട്ട് മൂലം അതിൽ വെക്കുക. അങ്ങനെ ഒരു 15 മിനിറ്റ് വെക്കുക. ഇങ്ങനെ ദിവസവും 3 നേരം വെക്കുക. ഇത് ചെയ്തിട്ട് നിങ്ങളുടെ വേദനയും പൊറുതിയേടും പ്രയാസവും കുറവില്ലെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ എന്തിനും ഏതിനും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും കമൻറ്റ് ഇടുന്നവരാണ്. സ്വാഭാവികമായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇത് ചെയ്തിട്ട് ഒരു 10 ദിവസം ചെയ്തിട്ട് നിങ്ങൾക്കത് മാറ്റില്ലെങ്കിൽ താഴെ കമൻ്റ് ഇട്ടോളൂ. കാരണം നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണ്ട, ഇതൊരു പേടിയാക്കാനും ഇത് വലിയ സംഭവമാക്കാനും കരുതണ്ട. ഇതിനെ നമുക്ക് നല്ല രീതിയിൽ നിയന്ത്രിക്കാം. ഇനി വീട്ടിലിരുന്ന് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഈ രോഗത്തെ ഒരു ഓപ്പറേഷനും ഇല്ലാതെ മാറ്റാവുന്ന വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞുതരാം. പൈൽസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഓപ്പറേഷൻ എന്നുള്ളതാണ്. അങ്ങനെ ഇനി ചിന്തിക്കരുത്. ഇത് വന്നവരും വരാൻ സാധ്യതയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളവരും ഇത് ശ്രദ്ധിച്ചാൽ ലൈഫിൽ നിങ്ങൾക്ക് പൈൽസ് വരില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ഇത് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ആശുപത്രിക്ക് വരാതിരിക്കാനാണ്. നിങ്ങൾ ഒരിക്കലും ആശുപത്രിക്ക് വരാനോ ചികിത്സിക്കാനോ അല്ല. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണം കിട്ടണം എന്ന് എഴുതിയിട്ടാണ്. ഈ 10 കാര്യങ്ങൾ അങ്ങ് എഴുതി തരാം. അതുപോലെ ചെയ്തോളൂ. നമ്പർ 1, മലബന്ധം ഇല്ലാതെയാക്കാൻ പരമാവധി നോക്കുക. അതിന് വേണ്ടിയിട്ട് ഭക്ഷണത്തിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്പർ 2, സമയത്ത് ഭക്ഷണം കഴിക്കുക. രാവിലെ 7:30-ക്കും ഉച്ചയ്ക്ക് 12:30-ക്കും രാത്രി 7:30-ക്കും കഴിക്കുക. 7:30-ക്ക് ശേഷം വല്ലാതെ ഹെവി ഭക്ഷണം കഴിക്കാതിരിക്കുക. നമ്പർ 3, നന്നായിട്ട് കിടന്നുറങ്ങുക. നല്ലോണം വെള്ളം കുടിക്കുക. നമ്പർ 4. നമ്പർ 5, ടോയ്ലറ്റ് ശീലങ്ങൾ ശ്രദ്ധിക്കുക. ബാത്റൂമിലേക്ക് ഫോൺ കൊണ്ടുപോകരുത്. ബാത്റൂമിൽ കുറേ നേരം ഇരുന്ന് മുക്കരുത്. അനാവശ്യമായിട്ട് ആവശ്യമില്ലാതെ ബാത്റൂമിൽ പോയിട്ട് ഇങ്ങനെ മുക്കിക്കളയും വേണ്ട. മലമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മലം പിടിച്ചു വെക്കുകയും വേണ്ട. ലഹരി, സിഗരറ്റ്, മദ്യം ഇത്യാദി കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഹോട്ടൽ ഭക്ഷണം, കോളകൾ, ഫാസ്റ്റ് ഫുഡ്, കളറിട്ടിട്ടുള്ള ഭക്ഷണം, ജങ്ക് ഫുഡ് എന്നിവ പരമാവധി ഒഴിവാക്കുക. നോൺ വെജ് കഴിയുന്നത്ര ഒഴിവാക്കുക. ഭക്ഷണത്തിൽ ഇലക്കറികൾ, സലാഡുകൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ്, നാച്ചുറലായിട്ടുള്ള ഭക്ഷണങ്ങൾ, സീസണൽ ഫുഡ് ഇവ പരമാവധി ഉപയോഗിക്കുക.
ഇത് പറയുമ്പോൾ ആൾക്കാർ തോന്നും ഡോക്ടറെ ഉറുമാമ്പഴവും വലിയ വലിയ പഴമൊക്കെ വാങ്ങാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. വളരെ സാധാരണക്കാരനോട് പറയാണ്, നിങ്ങളെ വീട്ടിലുള്ള ചക്കല്ലേ കഴിക്കൂ, മാങ്ങല്ലേ കഴിച്ചോളൂ, ഏത് സീസണിലും ഉണ്ടാവുന്ന പപ്പായല്ലേ അത് എങ്ങനെ കൂട്ടാൻ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ല നിങ്ങൾക്ക് സാധാ പഴുപ്പിച്ചാണെങ്കിൽ അങ്ങനെ, എങ്ങനെയാണോ നിങ്ങളുടെ കൺവീനിയൻസ് അതുപോലെ കഴിച്ചോളൂ. നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ പപ്പായയും ചെറുപഴവും ഫ്രൂട്ട്സും എല്ലാം നിങ്ങളുടെ വയറ്റിലാക്കൂ. പച്ചക്കറികൾ കൂടുതൽ കഴിക്കൂ. ഇത് പറയുമ്പോൾ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്, ഫ്രൂട്ട്സ് കഴിക്കുക എന്ന് പറയുമ്പോൾ ആളുകൾ കുറേ പഞ്ചസാര ഇട്ടിട്ട് ജ്യൂസ് ആക്കിയിട്ട് കുടിക്കും. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഒരു കാര്യമില്ല. അതിൻ്റെ ഫൈബർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ജ്യൂസ് അടിക്കുമ്പോൾ നമ്മളത് അരിപ്പ് ഉപയോഗിച്ച ഫൈബർ മുഴുവൻ കളയാണ്. അത് ചെയ്യരുത്. നിങ്ങൾ ജ്യൂസ് അടിക്കുന്നതിന് പകരം പച്ചക്ക് കടിച്ച് തിന്നുന്നതിന് ശ്രദ്ധിക്കുക. രാത്രി കിടക്കുമ്പോൾ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. നല്ലതാണ് അത്തിപ്പഴം, അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ്. അതിൽ തന്നെ നിങ്ങൾ രാത്രി ഉണക്കമുന്തിരി എന്ന് പറഞ്ഞിട്ടുള്ള, പണ്ട് കിസ്മിസ് എന്നൊക്കെ പറയില്ലേ, ഉണക്കമുന്തിരി ഒരു 15 എടുത്തിട്ട് രാത്രി വെള്ളത്തിലിട്ട് വെക്കുക, രാവിലെ അത് കുടിക്കുക. അങ്ങനെയാണെങ്കിൽ കഴിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മലബന്ധം കുറയാൻ അത് തന്നെ ധാരാളമാണ്. ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ മലം ഉണ്ടാവാനും പെട്ടെന്ന് അത് പുറത്തേക്ക് പോകാനും ഏറെ സഹായകരാകും. ജീവിതശൈലിയിൽ കുറേ നേരം തുടർച്ചയായിട്ടുള്ള ഇരുത്തം ഒഴിവാക്കുക. അമിതമായി ഭാരമെടുക്കുന്നവരാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മുൻകരുതലുകൾ ചെയ്യുക. ഗർഭിണികളാണെങ്കിൽ വെയിറ്റ് കൺട്രോൾ ചെയ്യുക, ആവശ്യത്തിനുള്ള മുൻകരുതലുകൾ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ ലൈഫ് സ്റ്റൈലിൽ ശ്രദ്ധ ഇല്ലാതെ ടെൻഷൻ അമിതമായിട്ടുള്ള ആളുകളാണെങ്കിൽ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്ത് ചിരിച്ച് കളിച്ച് ഇതിനൊക്കെ ആസ്വദിക്കാൻ പഠിക്കുക. ലൈഫിനൊക്കെ സന്തോഷത്തോടെ കൊണ്ടടക്കാൻ പഠിക്കുക. അതല്ലാതെ മറ്റുള്ളവൻ്റെ കുറവ് നോക്കിയിട്ട് ഓനോട് ഇങ്ങനെ ഈഗോ വെച്ചിട്ട് ഓൻ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, അവൻ എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ, ഓന് ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് വെക്കുന്നില്ലേറെ പോട്ട് ബായ്, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് പറഞ്ഞിട്ട് ചിരിച്ച് കളിക്കാൻ പഠിക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താ അറിയോ, ലാഭം നിങ്ങൾക്കാണ് ചങ്ങായിയെ. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെ മൈൻഡ് ഫ്രീ ആവും, നിങ്ങൾക്ക് നിങ്ങളെ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാം. മറ്റേത് നിങ്ങളപ്പുറത്തുള്ളവൻ നിങ്ങളെ അന്ന് വൈകുന്നേരം രാവിലെ വണ്ടി എടുത്തപ്പോൾ പാർക്കിങ്ങിൽ നിന്ന് വണ്ടി മാറ്റി തന്നില്ല, അല്ലെങ്കിൽ അവൻ റോങ്ങിൽ വന്നു പറഞ്ഞാൽ അവനോട് ഇങ്ങനെ ഇതാക്കിയാൽ നിങ്ങളെ ജോലി ചെയ്യാൻ കഴിയില്ല. രണ്ടാമത് ഈ പറഞ്ഞിട്ടുള്ള മലബന്ധവും ടെൻഷനും രോഗവും, ഇത് ക്യാൻസർ അടക്കമുള്ള രോഗം ഉണ്ടാക്കിത്തരും. പിന്നെ നിങ്ങളെ പൈസയാണ് പോകുന്നത്. ഇതിലേറെയോ അവൻ്റെ വിവരമില്ലായ്മയാണ്, പോട്ട് ഓൻ എന്താ ചാവട്ടെ എന്ന് വെച്ചോക്ക്. നല്ല രസമായിരിക്കും ലൈഫ്. അങ്ങനെ ഒരു ടെൻഷനും ഇല്ലാതെ കൊണ്ടെടുക്കുക. ഇപ്പം തന്നെ കുറേ അസുഖങ്ങൾ എന്തായിട്ടുണ്ടാവും, നിങ്ങളത് മാറിയിട്ടുണ്ടാവും. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് വരികയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഒന്നും പേടിക്കണ്ട. അതിന് കുറച്ച് ചികിത്സകളുണ്ട്. ഞാൻ പഠിച്ചിട്ടുള്ളത് പ്രകാരം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരുപാട് പേർക്ക് ഈ പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു ഓപ്പറേഷനും ഇല്ലാതെ മാറിയിട്ടുണ്ട്. എന്നിട്ടും പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് മാറ്റിക്കൊടുത്തതിൻ്റെ അവരെ മുഖത്തൊരു ചിരി വിരിയിക്കാൻ കഴിഞ്ഞതിൻ്റെ അനുഭവത്തിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു തരത്തിലും അത്തരം കേസുകൾ പേടിച്ച് നിരാശപ്പെട്ട് സങ്കടപ്പെടാനുള്ളതല്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാനിതിലെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഈ രോഗിനെ കൃത്യമായിട്ട് പഠിക്കും. അവൻ്റെ ജീവിതശൈലി എന്താണെന്നുള്ളത് നോക്കും. അവൻ്റെ ലൈഫ് സ്റ്റൈൽ, അവൻ വളർന്ന വളർന്ന സാഹചര്യം, ജോലി, അവൻ്റെ മാനസിക സമ്മർദ്ദം, ഇങ്ങനെ ഈ വ്യക്തിനെ കൃത്യമായിട്ട് പഠിക്കും. എന്നിട്ട് അവൻ്റെ ശാരീരികവും മാനസികമായിട്ടുള്ള പ്രത്യേകതകളെ കൃത്യമായിട്ട് പഠിച്ച് അതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ChatGPT ഒക്കെ പോലുള്ള സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ യൂറോപ്യൻ സോഫ്റ്റ്വെയറൊക്കെ ഉപയോഗിച്ച് കൃത്യമായിട്ട് രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തും. എന്നിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. അതുമാത്രമല്ല, ഇത് കുടിച്ച് കുറഞ്ഞ കാലത്തെ ഉപയോഗം കൊണ്ട് സാധാരണ രൂപത്തേക്ക് എത്തിക്കാൻ കഴിയും. അത്തരത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് കൃത്യമായിട്ട് മരുന്നും ഫോളോ അപ്പൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ളതേ ഉള്ളൂ നിങ്ങളെ രോഗം. ഇത് പേടിച്ചിട്ട് അയ്യോ ഇങ്ങനെ ആയില്ലേ, ഇത് പ്രസവവേദന എല്ലാം വലുതാണ്, കണ്ണിന്ന് പൊന്നീച്ച പാറുന്നുണ്ട്, ഇനി എന്താണ് ഇത്, ക്യാൻസറാണോ എഴുതിയിട്ട് ഒറ്റടിക്ക് അങ്ങനെ ഓടി പേടിച്ച് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടൊന്നും വേണ്ട. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് മാനേജ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊരു 10 ദിവസം ചെയ്യൂ. 11ാമത്തെ ദിവസം മുതൽ മാറ്റം കാണും. ഇങ്ങനെ ഒരു 45 മുതൽ 90 ദിവസം വരെ വരികയാണെങ്കിൽ
നല്ല ജീവിതശൈലിയായിരിക്കും. പൈൽസ് മാത്രമല്ല, അമിതവണ്ണം, നിങ്ങളുടെ സ്ട്രെസ്സും ഇതുമായി ബന്ധപ്പെട്ട ജീവിതശൈലിയിലെ ഒരുപാട് രോഗങ്ങൾ നിങ്ങൾക്ക് കുറക്കാൻ കഴിയും. ഇതൊക്കെ കാണിച്ചിട്ടും കുറവില്ലെങ്കിൽ ഒന്നും പേടിക്കണ്ട, നിങ്ങൾക്ക് ചികിത്സയിലൂടെ അത് മാറ്റാം. ഇനി നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം, എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒഴിവിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്ത് തരുന്നുണ്ട്, നിങ്ങൾക്ക് മറുപടി തരുന്നുണ്ട്. കഴിയുന്ന അത്ര ആളുകൾക്ക് എനിക്ക് അറിയണമൊക്കെ പറഞ്ഞു കൊടുക്കാനാണ് ശ്രമിക്കാറുള്ളത്. പലപ്പോഴും നമ്മൾ പഠിച്ചിട്ടുള്ള അറിവുകൊണ്ട് ഒരാൾക്ക് ഉപകാരം കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അസുഖം മാറും. ആ മാറിയ അനുഭവം ഒന്ന് താഴെ ഇടുക. കാരണം നിങ്ങൾ വന്ന അതേ പ്രയാസത്തിലൂടെ ആയിരിക്കും ഇത് ഓരോ ആളും കേൾക്കുന്നത്. അത്തരം ആളുകൾക്ക് ഇത് വളരെ ഉപകാരപ്രദമാവും. ഞാൻ ഇത്ര നേരം സംസാരിച്ചത് വളരെ സാധാരണക്കാരന് വേണ്ടിയിട്ടാണ്. ഈ പറഞ്ഞ അത്രയും സാധനങ്ങളിൽ നിങ്ങൾക്ക് ചിരിക്കാൻ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും, ട്രോളാൻ ഒരുപാട് ഉണ്ടാവും. അത് പറയുന്നത് എന്താ, അത് ചെയ്യേണ്ടവനോട് അത് ചെയ്തോ എന്നാണ് പറയാനുള്ളത്. ഞാൻ ഈ പഠിച്ചുകൊണ്ട് സാധാരണ ആളുകൾക്ക് ഉപകാരം കിട്ടണം എന്ന് എഴുതിയിട്ടാണ് ഇത്രയും നേരം സംസാരിച്ചത്. അത് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു.